നീ അവിടെ മാത്രം സംസാരിച്ചാലോ? ഇവിടെ ഒരു അഴകിയ ലൈല. അല്ല ഒരു കാര്യമില്ലാന്ന് ഇപ്പൊ മനസ്സിലായി കണ്ടോ. പെട്ടെന്ന് ഒരു വീട്ടിലോട്ട് വരുന്നു, എപ്പോഴും ഇരിക്കുന്നവർക്ക് വിലയില്ല. എന്നാ എനിക്ക് എന്ത് സ്നേഹം, കാരണം ഇവനെ കണ്ടിട്ട് എത്ര നാളായല്ലോ എന്ന് ഓർത്താ. നീ അടുത്തൊന്ന് ഹലോ എന്തെങ്കിലും ഒരു വിളിക്കൂന്ന്. അല്ല ഞാനത് പറയാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ പക്ഷെ ഇപ്പൊ സമൃദ്ധ എന്റെ വന്നതുകൊണ്ട് മറന്നുപോയി. അല്ല അത് കഴിഞ്ഞിട്ട് ഡയലോഗ് കഴിഞ്ഞിട്ട് പറയാനിരുന്നതാ. അവൻ അടുക്കും ചിട്ടയുള്ള വെൽ കുട്ടിയാ. പ്ലാൻഡ് അറിവ് ചേച്ചി അതാ. ഓക്കെ, അത് ഞാനത് മനസ്സിലാക്കണായിരുന്നു. അത് എന്റെ തെറ്റായി പോയി. ഇപ്പൊ എന്താ വന്ദനം സിനിമ ഫുള്ള് ബൈഹാർട്ട് ചെയ്തോ? മൊത്തം സിനിമ ബൈഹാർട്ട് ചെയ്തില്ല. ഇല്ല, എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതെ അതെ ഇങ്ങനെ അവന്റെ ഞങ്ങൾ അടുത്ത് ഒരേ ഒരാളെ ഇല്ല, കണ്ടിട്ടുള്ളൂ. കാലത്ത് ഞാൻ പറഞ്ഞേ ഉള്ളൂ മാറ്റി പിടിക്കാൻ. അവനെ എന്ത് ചെയ്ത് കഴിഞ്ഞാ എടാ മാറ്റി പറ. ആ ഏതിന്റെ ഡയലോഗാ പഠിച്ചിരിക്കുന്നേ? വന്ദനം സിനിമയില് അങ്ങനെ ലാൽ പറ. സാറും കാലത്ത് അവിടെ ആ മൂലയ്ക്ക് മാറ്റി നിർത്തി ചെവി പിടിച്ച് എല്ലാം റെഡിയാക്കി വിട്ടതാ. ഇവിടെ വന്നപ്പോ വീണ്ടും ഹൈ ആയി. കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് പക്ഷെ വന്നതാ. അവന്റെ അതൊരു രസമല്ലേ സാറേ അത്? വല്ലപ്പോഴും നീ പറഞ്ഞോ, കുഴപ്പമില്ല. എന്നാലും ഏത് സിനിമയിലെ ഡയലോഗാണ് പറയാൻ പോകുന്നത്? വന്ദനം. വന്ദനം. എടാ ഒരു ഇന്റർവ്യൂ അല്ല, വരെ ഞങ്ങൾ കൂടെ പ്രതീക്ഷിക്കും. സംസാരിക്കാൻ സമൃദ്ധ വേണോ? ഞാൻ വേണം. ആണോ? അപ്പൊ എനിക്കും കൂടെ ഡയലോഗ് വേണം. അപ്പൊ ശങ്കരോ നീ വെൽ പ്ലാൻഡ് ആണ്, ഡയലോഗ് പഠിച്ചാ വന്നിരിക്കുന്നത്. അതെ. സമര ചേച്ചി വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് വന്നേ. വന്നേനെ. അപ്പൊ ശങ്കരൻ എങ്ങനെ ചേച്ചിയുടെ അടുത്ത് പോയിരുന്ന് പറയാണോ? വാ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. അപ്പൊ ഈ ഡയലോഗില് ലാൽ സാറും ഹരിഹർ അയ്യറും എന്നിട്ട് ഗിരിജ ഷെട്ടർ ആന്റിയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനാണ് ഇപ്പൊ ഗിരിജ മാമായിട്ട് അഭിനയിക്കേണ്ടത്. ഓക്കെ. ഹലോ, യെസ് പ്ലീസ് സിറ്റ് ഡൗൺ. എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി? എന്റെ ഫാക്ടറി വളരെ ദൂരെയാണ്, ഇവിടെ അടുത്തൊന്നുമല്ല. വെൽ, നമുക്ക് എന്റെ മാർക്കറ്റിംഗിനെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കോപ്പിറൈറ്ററും കൂടെ ഒന്ന് വിളിക്കോ. ഹലോ, പ്ലീസ് കം. യെസ്. എന്താ നിങ്ങളുടെ പ്രോഡക്റ്റ്? ഇറ്റ്സ് എ ജാം, ഗാഥ ജാം. ഓ, ഇദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ജാഥ ഗാം. ഐ എം സോറി, ഗാഥ ജാം. ഓ, ഗാഥ ജാം തന്റെ പേര് തന്നെടോ. ഇറ്റ് വിൽ ബി എസ് സ്വീറ്റ് ആസ് യു. എനിക്ക് എന്റെ കുറച്ച് ക്യാപ്ഷൻസ് ഈ കുട്ടിയെ കൊണ്ട് എന്റെ ഗാഥ ജാമിനെ പറ്റി എഴുതിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഓ പ്ലീസ് ഗോ ഓൺ. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാം, ബാക്കിയുടെ പുറത്ത് വെച്ച് സംസാരിക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബിസിനസ് ഇസ് ബിസിനസ്, അണ്ടർസ്റ്റാൻഡ്? ഹോ, ഓഹോ, എന്ത് ജാമാ നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്ന് പറഞ്ഞ ചക്ക വരട്ടിയത് ഏ? വെച്ച ജാക്ക് ഫ്രൂട്ട് ജാം. വേണമെന്നില്ല. അഡ്വർടൈസ്മെന്റിന് പറ്റിയ 2-3 ക്യാപ്ഷൻസ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. വേണമെന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഐ ലവ് യു ഗാഥ. ഐ മീൻ ഗാഥ ജാം 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 ജാം. അതത്ര ശരിയല്ലല്ലോ. ഡു യു ലവ് മീ ഗാഥ? Stop it. I mean jam, 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 jam. Stop it. പേടിക്കണ്ട പോ. അവനാകെ പേടിയായി പോയി. You are sweet Gatha. You are beautiful Gatha. You are wonderful Gatha. I mean jam, 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 jam. നിങ്ങൾ തന്നെ ക്യാപ്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ട്. I want to do the marketing, designing. അതിനല്ലേ ഞാൻ ഇവിടെ വന്നത്. അടിപൊളി. അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചോളാം. യു ക്യാൻ ഗോ നൗ. എനിക്ക് അല്പം പണിയുണ്ട്. എത്ര ദിവസം എടുക്കും? വേണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അതിന്റെ മുമ്പ് ഒന്നും ശരിയാവൂല. ഇല്ല. Please love me Gatha. You, I mean jam, 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 jam. സൂപ്പർ സൂപ്പർ. പോയി പാട്ട് പഠിക്കട്ടോ, അത്ര മതി. ഇനിയും ചേച്ചിക്ക് സമൃദ്ധ ചേച്ചിക്ക് റിസംബ്ലൻസ് തോന്നുന്നുണ്ടോ? ഇല്ല, എന്റെ ആള് ഇതുപോലെ മലയാളം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നി. കാരണം അവന് മലയാളം കുറച്ച് പാടാണ്. പക്ഷെ എന്ത് സ്മാർട്ടായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലോചിക്കുക, പാട്ട് പാടാൻ റെഡി ആയിട്ട് വന്നിട്ടേ അവനെ കൊണ്ട് ഇത്രയും ഡയലോഗൊക്കെ പറയിപ്പിച്ച് ആകെ സ്ട്രെസ് അടിച്ച് പാവുണ്ട്. പറഞ്ഞപ്പോ എനിക്ക് തിരിച്ച് ഐ ലവ് യു എന്ന് പറയാൻ തോന്നിയ. ഏത് പാട്ടോ അവനെ? കവിളിണയിൽ കുങ്കുമമോ. ഓ, വന്ദനം. അതാണല്ലേ ഈ ഡയലോഗ് ഇവിടെ വിളമ്പിയത്. ശരി 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 ശരി. അപ്പൊ ഡീറ്റെയിൽസ് ഔസേപ്പച്ചൻ ചേട്ടൻ അല്ലേ? ഷിബു ചക്രവർത്തി, പിന്നെ ഞാനും സുജു, പിന്നെ ഔസേപ്പച്ചൻ ചേട്ടനും അതിനകത്തൊരു കുറച്ച് മറ്റേ അത് പാടുന്നുണ്ട്. 1989. ഇനി ഒന്നും വേണ്ടല്ലോ, സഹായിച്ചില്ലേ? അതെ, ഹെൽപ്പ് ചെയ്തു. കേക്കാം അല്ലേ? യെസ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
മനുഷ്യനെ നാണമില്ലേ? ദിം ദാങ്കടകട തരികിടകട ദിം ദാങ്കടകട തരികിടകട ദിം ദാങ്കടകട തരികിടകട ദോ. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി വാ വാ എൻ്റെ ഗാഥേ നിന്റെ തൊടിൽ വിരിയും മലരിനാലുകൾ മധുനുകരും. ഹോ, ഇതെന്തൊരു ശല്യ. ലാ 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 ലാ. ലാ 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 ലാ. ദിം ദാങ്കടകട തരികിടകട ദിം ദാങ്കടകട തരികിടകട ദിം ദാങ്കടകട തരികിടകട ദോ. We are giving you 97 out of 100. മാലിനി തീരത്തൂവി. ആദ്യ ഒരു വന്ദനം പൂക്കുറ്റി. Thank you. അയ്യടാ നന്നായിരിക്കുന്നു